നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഡബിൾ വണ്ടേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കൊറോണ ശേഷം വന്നപ്പോൾ വീണ്ടും അവസ്ഥയും വീട് വൃത്തിയാക്കലും നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ബ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിക്കണം. നോക്കട്ടെ, വീഡിയോ ലെങ്ത് കൂടി പോവാണെങ്കിൽ ഞാൻ ഇപ്പോൾ പാർട്ട് 2 ആക്കും. ലെങ്ത് കൂടാതിരിക്കാൻ എല്ലാവരും നോക്കണത്. എല്ലാവരും പറഞ്ഞ് ലെങ്ത് കൂട്ടരുതെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് കമന്റ്സ് ഒക്കെ ഇട്ടാലും മെസ്സേജ് അയച്ചാലും കൂടാതെ വിളിച്ചാലും പറഞ്ഞത് ലെങ്ത് കൂട്ടാൻ നോക്കണം ബ്രോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ വീഡിയോ ക്ലോസ് ചെയ്യാൻ പറ്റും. നോക്കട്ടെ, ഇന്നത്തെ ഒരു ക്ലീനിങ് ഒരു ചെറിയ ഒരു ഡൈനമൽ ലൈഫ് പ്ലാൻ ചെയ്തേക്കണം. നോക്കട്ടെ എന്താണെന്ന് അറിയില്ല. ഇതേ സ്തുതി വന്നപ്പോൾ അടിച്ചാന്ന് പറയുന്നത് സാധനമൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ഞാൻ കാണിച്ചില്ല. ഇതേ കൈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ച് സ്തുതി വന്നപ്പോൾ പെറുക്കി കൊണ്ടുവന്ന് തേങ്ങയാണ് കാണുന്നത്. തേങ്ങ സ്തുതി ഫസ്റ്റിനെ തേങ്ങയിലേ നോക്കുന്നത്. അവിടെ പറമ്പിൽ കൂടെ നടന്നിട്ട് തേങ്ങ പറക്കി കൊണ്ടുവന്നത് നമ്മുടെ അവിടെ തേങ്ങയാണ്. പിന്നെ ഇത്ര സാധനം പുറത്തിറക്കി വെച്ച് ഇതൊക്കെ പുറത്തിറക്കി വെച്ച് ഇതൊക്കെ കഴിയാനുള്ളതാണ്. ഇവിടെയൊക്കെ എത്ര വൃത്തി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അടിച്ചു വൃത്തിയായിക്കൊണ്ടിരിക്കുക. നമ്മൾ പോയ സമയത്ത് ഈ ജനാലില്ല ഗൈസ്. ഇപ്പോൾ നമ്മൾ പാവച്ചം പൊക്കിയ സ്തുതി അത് ജസ്റ്റ് ഒരു മുണ്ടുവച്ച് മറച്ചതാണ്. അപ്പോൾ അവിടെ കുറേ കരിയിലയും ഇലകളും പച്ചിലയും പേപ്പറൊക്കെ ആയിട്ട് ആരും കൂട് വെച്ച് ശ്രമിച്ചിട്ട് അണ്ണാനാണെന്നാണ് സ്തുതിയുടെ സംശയം. അണ്ണാനും അതല്ലെങ്കിൽ എരിയാകും ആവാൻ ചാൻസ് ആണ് സ്തുതി. പക്ഷേ എരിയാണെങ്കിൽ പച്ചില കൊണ്ടുവരും, പച്ചില എടുക്കൂല. അണ്ണാനാണ് ചാൻസ് എന്ന് സ്തുതി വിചാരിക്കുന്നത്. നമുക്ക് നാളെ എന്തായാലും ആ കൂട് നമ്മൾ പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. ശ്രുതി പാമ്പ് വല്ലതും വരുമെന്ന് പേടിച്ച് പൊളിച്ചു കളഞ്ഞാണ്. അല്ലാതെ അണ്ണാനോട് ദേഷ്യത്തില്ല, അണ്ണാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ വൃത്തിയായിക്കൊണ്ടിരിക്കണം. ഒരു ലോഡ് പൊടിയും മണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരുന്നാലും പോയപ്പോൾ അടിച്ചോലും വൃത്തി കഴുകി ഇറക്കിയിട്ട് പോയതാണ്. എല്ലാം പോയി. പിന്നെ എന്റെ എക്സസൈസ് ചെയ്യണം ബോളെ പോയി, അതെല്ലാം കാണിക്കണേ. അത് ഞാൻ ഇപ്പോൾ കാണിച്ചില്ല ഗൈസ്. അലക്ക് സോപ്പ് ഉണ്ട്, ഭാഗത്തിന് അലക്ക് സോപ്പ് കണ്ടിട്ടില്ല. എരി കരണ്ടത് എൻ്റെ ബോളാണ് ഗൈസ്. നോക്കും ഗൈസ്, എൻ്റെ ബോളിൻ്റെ ഈ ഭാഗമൊക്കെ എരി കരണ്ടു. എനിക്ക് ബോൾ പിടിക്കാൻ പോലും പറ്റുന്നില്ല, കൈ വേദന എടുക്കുന്നത്. ചെറിയ പഞ്ഞും ബോൾ പിടിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഭാഗ്യം സുധിയുടെ കപ്പിയാകും കൂടെ കപ്പി കൊടുത്തിട്ടുണ്ട്. സുധിയുടെ സന്തോഷവതിയാണ്. കുഴപ്പമില്ല. വീട് പൂട്ടി അകത്ത് വെച്ചാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാം. വീട് ഈ പ്രാവശ്യം നമ്മൾ പൂട്ടി ആരും പൊളിച്ചിട്ടില്ല. ഇപ്രാവശ്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരെ കൊണ്ടും കള്ളന്മാരെ കൊണ്ട് ശല്യം ഉണ്ടായിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ റൂമിനകത്ത് വെച്ചിട്ട് പോയ സാധനമൊക്കെ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട് അല്ലേ? കള്ളന്മാരെ കൊണ്ടോ നാട്ടുകാരെ കൊണ്ടോ ശല്യം ഉണ്ടായിട്ടില്ല. എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നവരായതിൻ്റെ പേരിലും നമുക്കങ്ങനെ അവരാരും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷേ എലികൾ നമ്മുടെ വീഡിയോ കാണത്തുണ്ടെന്ന് തോന്നുന്നു. അവർ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ അവരവിടെ വാടക തരാതെ ഫ്രീ ആയിട്ട് താമസിച്ച് ശരിക്കും നശിപ്പിച്ച്. ഇത് നമ്മൾ വൃത്തിയാക്കേണ്ട അവസ്ഥയാണ്, അവരാണ് വൃത്തിയാക്കേണ്ടത്. നമ്മൾ വൃത്തിയാക്കേണ്ട അവസ്ഥയാക്കിയിട്ട് പോയി എലികൾ. എന്ത് ചെയ്യാനാണ്? ശ്രുതിക്ക് ഇത് ഫുള്ള് വൃത്തിയാക്കി എടുക്കണം, കുറച്ച് പണിയുണ്ട്. അപ്പോൾ അടിച്ചാൽ കഴിഞ്ഞപ്പോൾ ശ്രുതി നമുക്ക് വെള്ളം എടുക്കാൻ പോകുന്നതാണത്. നമുക്ക് എന്തായാലും വെള്ളം എടുത്തിട്ട് വേണം. കാരണം വെള്ളമില്ല, ഡ്രമ്മിൽ നമ്മൾ വെള്ളം കൊണ്ടുവരണം. പിന്നെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരണം. പാത്രവും കഴുകി ഇറക്കണം. ഇവിടെ പൊടിയൊക്കെ അടിച്ച് വൃത്തിയുടെ എരിയും പാറ്റും അതും ഇതൊക്കെ ആയിട്ട് പഴുതാരയൊക്കെ തൂറി നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കണം. അതൊക്കെ കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വല്ലതും വരും, അല്ലെങ്കിൽ വല്ല പോയിസൺസ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പൊടിച്ച് വറുത്തുവെച്ച മാവാണ് ഗൈസ്. ഫുള്ളും എരി അപ്പിയിട്ട് സുധീനെ പനി നോത്ത് ഭാഗ്യം. പൊതിഞ്ഞ സാധനം നിവർത്തി ഞാൻ തപ്പിയിട്ട് ചെയ്യും. എന്തൊക്കെ വേണോ എരിയുടെ ഓരോരോ കലാവിരുദ്ധകളെ കഷ്ടപ്പെട്ട് പൊതിഞ്ഞ സാധനം കഷ്ടപ്പെട്ട് എരി അയച്ചിട്ട് അതിനകത്ത് എരി കയറി അപ്പിയിട്ട് ഉപയോഗിക്കുന്നു. വെയിലടിക്കുന്നത് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ ശ്രുതി സംശയം. കാട്ടിൽ ശ്രുതി വെച്ച് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ ശ്രുതി പേടിയായി. അതാ ശ്രുതി ഇവിടെ താഴത്തേക്ക് നോക്കിയത്. മഴയൊന്നും പെയ്യാൻ ചാൻസ് ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. വെയിലടിക്കുകയാണെങ്കിൽ പായലുള്ള പൂപ്പലൊക്കെ പോവും അല്ലേ? പായ പൂത്താ ശ്രുതി? പൂത്താ പൊടിയാ പൂത്തതാ? പൊടിയാണ്. ശ്രുതിക്ക് പൊടി അലർജി ആയി. അപ്പോൾ ശ്രുതിയുടെ തുമ്പലിൽ നിൽക്കൂല. നമുക്കിനിപ്പോൾ എന്തായാലും ഈ വിറക് നമ്മുടെ മരത്തിലെ വിറകാണ്. പക്ഷേ ഇത് നമ്മൾ കൊടുത്തതാണ്. പുള്ളി എടുത്തിട്ട് പോയിട്ടില്ല. പുള്ളി എടുക്കാൻ വേണ്ടി എനിക്ക് അടുക്കി വെച്ചേക്കാൻ തോന്നുന്നു. നമുക്കെന്തായാലും ശ്രുതി വൃത്തിയാക്കി തീർക്കട്ടെ. നമുക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി സൂര്യൻ കൂടെ പോകണം. നമുക്കത് വെള്ളം കൊണ്ടുവരാൻ പോയിട്ട് ഒരാൾക്ക് സോപ്പ് എടുക്കണം. ഏട്ടിന് വലിയ ക്യാൻ ഡ്രമ്മ്. ഓക്കെ യെസ്, നമ്മൾ ഊരി വെച്ച ബൾബാണ് കഴിച്ചാൽ തിരിച്ചുമിട്ട് കത്തുന്നുണ്ട്. സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. ഭാഗ്യം ബൾബൊന്നും അടിച്ചു പോയിട്ടില്ല. എന്തായാലും ഓഫാക്കിയിട്ട് പോവാം. അതാ ഗൈസ്, ആരോ ഒരാൾ നമുക്ക് പണി തന്നിട്ടുണ്ട് ചെറുതായിട്ട് മനുഷ്യരുടെ. ആരെന്നറിയാൻ പാടില്ല. ചക്കയല്ലേ? ചക്ക ഇവിടെ കൊണ്ടുവന്ന്
ഇതേ കിടക്കുന്ന ചക്കയാണ്. നിങ്ങൾ കാണുന്നതല്ല, ഈ കാണുന്നത് ചക്കയാണ്. ഈ കാണുന്നത് ചക്കയാണ്. ആരോ നമ്മുടെ പ്ലാവിൽ ചക്ക കൊണ്ടുവന്ന് കയറി അവിടെ ഇട്ടിട്ട് പോയിട്ട് അത് അഴുകി കിടപ്പുണ്ട്. അവർക്കത് വേണ്ടെങ്കിൽ അത് മുറിക്കാതിരുന്ന പോലെ പ്ലാവിന് നമുക്കത് വലുതായിട്ട് മുറിക്കാതിരുന്നല്ല. നമുക്കൊന്ന് വെള്ളം എടുക്കാൻ വേണ്ടി പോവാം. താഴത്തുനിന്നാണ് അവിടുത്തെ ഹൗസ് ഓണറുണ്ട്, അവിടുത്തെ ടീച്ചറുണ്ട്, ടീച്ചറിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. വെള്ളം എടുക്കണം, പിന്നെ പാത്രം കഴുകണം. ഇനി താഴത്തുനിന്ന് കുടിക്കാൻ വേണ്ടി സംശയമാണ്. കാരണം റബ്ബർ ഷീറ്റ് ഇട്ട് വെട്ടി തുടങ്ങി. ഇനി താഴത്ത് അവിടെ ഓപ്പണായിട്ടൊന്നും കുടിക്കാൻ പറ്റില്ല. വെള്ളം അപ്പോൾ കയറ്റിക്കൊണ്ട് മുകളിൽ നമ്മൾ വീണ്ടും ഫ്രണ്ട് വെച്ച് കുടിക്കണം. അപ്പോഴും ഓപ്പണായിട്ടാണ് കുടിക്കുന്നത്. ആരെങ്കിലും വരും നോക്കിയിരുന്നു കുടിക്കാനായിട്ട് പണിയാണ്. എന്നാൽ നമുക്ക് വെള്ളം എടുക്കാൻ പോകുന്നതായിട്ട് പേടിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉള്ളൊന്ന് പറയണം പ്രതീക്ഷിക്കുന്നു. സുതി നടക്കുന്നത് ഫ്രണ്ടിൽ, ഞാനും ബാക്കിൽ പോകുന്നുണ്ട്. സോപ്പ് എടുത്തിട്ടുണ്ട്, അത് നമ്മുടെ തോർത്ത് ഇറക്കാൻ വേണ്ടിയാണ്. തോർത്ത് ജസ്റ്റ് ഒന്ന് കുത്തിപ്പിഴിഞ്ഞെടുക്കണം. ബാക്കി 2 പാത്രത്തിൽ വെള്ളം നിറച്ച് കൊണ്ടുപോകണം. അത് നമ്മുടെ എന്താ പണി. മെയിനായിട്ട് ആദ്യം വെള്ളം കൊണ്ടുവരണം. വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇതാണ്. വെള്ളം വന്നാൽ ആദ്യം വെള്ളം വേണം. വെള്ളം എടുക്കാൻ താഴത്ത് മലയിറങ്ങി പോകണം. അപ്പോൾ അതെടുത്തിട്ട് വരണം. അതാണ് ഇന്നത്തെ ഡേ ഓഫ് സയൻസ് മെയിനായിട്ടുള്ള ടാസ്ക്. നമ്മളിവിടെ പോയ ശേഷം ഈ സ്ലാബിൽ നിന്ന് കാണുന്ന കൈസ് ഫുള്ളും പായലായി. നമ്മൾ അവിടെ നിന്ന് തുണിയായി കൊണ്ടിരുന്നത്. അപ്പോൾ പായലൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശ്രുതി ഇവിടെ നിന്ന് കൈ കൊണ്ട് സോപ്പ് ഉപയോഗിച്ച് നമ്മളെ തോർത്ത് പിഴിഞ്ഞെടുക്കാം. തോർത്ത് ഫുള്ളും ഭയങ്കര പൊടിയും ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കി എടുത്ത് നമുക്കത് ചൊറിയാം. അതുകൊണ്ട് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ബക്കറ്റിൽ വെള്ളം വെച്ച് നമുക്ക് മുകളിൽ കൊണ്ടുപോകണം. റൂം കഴുകണം. എലിയുടെ തീട്ടം മൂത്ര കൂടേണ്ട കഴുകി വൃത്തിയാക്കണം. ശ്രുതി വേണത് കട്ടിലും. അല്ലെങ്കിൽ എനിക്ക് ഇൻഫെക്ഷൻ അടിക്കും. എൻ്റെ മമ്മി മിക്കവാറും ശ്രുതി എടുത്തിട്ട് അടിക്കും. അതുകൊണ്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കാം. വെറുതെ പണി പാടിക്കണ്ട. എനിക്ക് ഇൻഫെക്ഷൻ അടിച്ചാൽ മൊത്തം പണിയാവും. പിന്നെ ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും. കാര്യം 2 ബക്കറ്റ് വെള്ളം ചിലവാക്കി കഴുകി ഇൻഫെക്ഷൻ അടിക്കാതെ നോക്കണതാണ് നല്ലത്, അല്ലേ ശ്രുതി? സേഫ്റ്റി മുഖ്യം. ബിഗിലെ സേഫ്റ്റി മുഖ്യം. ആ ടീച്ചറിൻ്റെ പുതിയ ചെറിയ റബ്ബറുകളെല്ലാം ഒടിഞ്ഞു. കേസ് ഇവിടെ ഇഷ്ടംപോലെ റബ്ബർ ഒടിഞ്ഞു പോയി. ഇത് 2ാമത്തെ പ്രാവശ്യം ഈ കാറ്റും മഴയായിട്ട് 1 പ്രാവശ്യം പോയോ വെച്ചതാണ്. 2ാമത് വെച്ചതാണ്. വീണ്ടും ഇപ്പോൾ കാറ്റടിച്ച് ഒടിഞ്ഞു പോയത്. ആ അതെ അതെ. ഇതിനിപ്പോൾ വീണ്ടും ഒടിഞ്ഞു പോയി. ഇവിടെ അപ്പോൾ നമ്മളില്ലാത്ത സമയത്ത് നല്ല കാറ്റ് മഴ ഉണ്ടായിരുന്നു. ശ്രുതിക്ക് മനസ്സിലായി. ശ്വാസം മുട്ടുന്നു ഗൈസ്. ശ്രുതിക്കും ശ്വാസം മുട്ടുന്നു, എൻ്റെ ശ്വാസം മുട്ടുന്നു. 2 പേരും കൂടി ചേർന്ന് ഇത് പിടിച്ചിടുമ്പോൾ ഈ ഇറക്കത്തിന് കുന്നേരം എടുത്തിച്ച് ഇവിടെ നമ്മൾ വീടെത്തിക്കണം. അത്രയും ദൂരമുണ്ട്. ഇതാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം. നമ്മുടെ കിണർ വൃത്തിയുള്ളതും നല്ല വെള്ളമായിരുന്നെങ്കിൽ വെള്ളമുള്ളതാണ്, പക്ഷേ വൃത്തിയാക്കി നല്ല വെള്ളം എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥ ആയാൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല, അല്ലേ ശ്രുതി? സത്യമായിട്ടും വെള്ളത്തിന് ബുദ്ധിമുട്ട് ഭയങ്കര കഷ്ടമാണ്. ഇവിടെ നല്ല ശുദ്ധമായ വെള്ളമാണ്, പക്ഷെ വൃത്തിയാക്കി എടുത്താൽ നമ്മൾ പെട്ട അവസ്ഥയപ്പോയത്. കിണർ വൃത്തിയായാലും നമുക്ക് ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇതായിരുന്നു ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫിൽ ഡെയിലി നടക്കുന്നത്. വെള്ളമെടുക്കാൻ നമ്മുടെ അവസ്ഥ ഇതാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ സ്ഥിരം നടക്കുന്ന സംഭവമാണ് വെള്ളമെടുക്കുമ്പോൾ ഈ അവസ്ഥ. ഇനിയിപ്പോൾ താഴത്ത് ഷീറ്റ് അടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നോക്കി ഞങ്ങൾ താഴത്തുനിന്ന് കുടിക്കാൻ വേണ്ടി സംശയമാണ്. വെള്ളം മൂടി കയറ്റിക്കൊണ്ട് അവിടെ നിന്ന് കുടിക്കണ്ടു, അല്ലേ? അതും ടാസ്ക്കാണ്. കാരണം വെള്ളം ഇവിടെ നിന്ന് ഏറ്റി മലമൂടി കൊണ്ടുവന്ന് വീട്ടിനോട് കൊണ്ടുവച്ച് അവിടെ വെച്ച് കുടിക്കണം. മറ്റൊരു താഴത്തുനിന്ന് കുടിക്കാൻ എളുപ്പമായിരുന്നു. ഇനിയിപ്പോൾ ഷീറ്റ് അടിക്കാണ്ട് അവിടെ ആൾ താമസം തുടങ്ങി വീട്ടിൽ പണിക്കാതെ താമസിക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ ആൾ താമസമുണ്ട്. അപ്പോൾ പണിക്കാരൻ താമസിക്കുന്നത്. ഇപ്പോൾ ഓണർ രാജീവ് മാമൻ അവിടെ റബ്ബറിന് ഒടിഞ്ഞൊക്കെ ഗഡ്ഡായിക്കൊണ്ടിരിക്കുക, വലിച്ചിട്ടിക്കൊണ്ടിരിക്കുക, ചെരിഞ്ഞതൊക്കെ, അല്ലേ? പോവാ. ഈ ബക്കറ്റ് വെള്ളപ്പോൾ ഞാൻ കൊണ്ടുവന്ന് കൈ സൂചിയോടെ നിൽപ്പുണ്ട്. ഇനി ബാക്കി അതെടുക്കാൻ ഞാൻ കൂടി ചെല്ലണം. മറ്റൊരു കൊത്തി കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന്, പക്ഷേ ഇതിനിപ്പോൾ ഞാൻ കൂടി ചേർന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നല്ല ബുദ്ധിമുട്ടാവും, വെട്ടവസ്ഥയായി പോവും. കൊണ്ടുപോട്ടെ. അതങ്ങനെ ഞാൻ പണിയെടുക്കുന്ന വീട് കാര്യമില്ല ഇവിടെ. ഇനി അടുത്ത ചടങ്ങ് പാത്രം കഴുകാമെന്നാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് ഗൈസ്. 1 കപ്പ് വെള്ളത്തിൽ ഇത്രയും പാത്രം കൈ തീർക്കും. അതാണ് ശ്രുതിയുടെ പ്രത്യേകത. ശ്രുതി എന്ന് വേറെ ലെവലാണ് ഗൈസ്. 1 കപ്പ് വെള്ളത്തിൽ ഒരു വലിയ വീട് അടിച്ചോരി തുറച്ചു തുടങ്ങി ഇവിടെ. ആ ശ്രുതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് 1 കപ്പ് വെള്ളത്തിൽ ഈ പാത്രം കഴുകാൻ പോണത്. നിങ്ങൾ കണ്ട അവളുടെ പിശുക്കിന് എങ്ങനെയാണ്? വൃത്തിയിലൊന്നുമല്ല, പക്ഷെ വൃത്തി ഉണ്ടാവും, പക്ഷെ പിശുക്കായിരിക്കും ഫുള്ളും. ഇവളുടെ അപ്പൻ സുറിയാനി ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. സത്യം പറയണി. അവളുടെ അപ്പൻ നസ്രാനിയാണ്. ഏത് നസ്രാനി നമുക്കറിയാൻ പാടില്ല.
സുറിയാനി കിസാനെ കളിയാക്കി പറഞ്ഞല്ലോ കേട്ടോ ഗൈസ്. സാധാരണ അങ്ങനെ ഒരു ചൊല്ല് നമ്മുടെ കൊച്ചിയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സുറിയാനി കിസാന് ഭയങ്കരമായിട്ട് പിശുക്കന്മാരാണെന്നൊക്കെ. അതുകൊണ്ട് വെറുതെ പറഞ്ഞുള്ളൂ. ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ല, ഒരു തമാശ രൂപേണ പറഞ്ഞു ഉദ്ദേശമുള്ളൂ. അപ്പോൾ ആരും അങ്ങനെ വിചാരിക്കരുത് ഓരോ പ്രോളത്ത് ഫുള്ളും നനച്ച് ഇനി അടുത്ത പ്രോളത്ത് ഫുള്ളും കഴുകി തുറക്കും. ശ്രുതി എന്നാണ് വെള്ളം വേണ്ടേ? ഡ്രമ്മ ഫുള്ളാക്കണം. ശ്രുതിയുടെ ഐഡിയാസ് ഉണ്ടാക്കണ്ടേ, വേറെ ലെവൽ ഐഡിയാസ്. അത്രയും വെള്ളം വേണം പാത്രം ഞാനായിട്ട്. ശ്രുതിക്ക് അപമാനം അത്ര വെള്ളത്തിൽ പാത്രം കഴിക്കാതെ. നിന്റെ കഴിവ് നീ തെളിയിക്കണം. എന്താ കുറച്ച് വിഷമായി എന്താ? ഇതാണ് നമ്മുടെ പാത്രം ചകിരി സോപ്പൊട്ടി. അത് ശ്രുതി ഒരു ചില ലക്ഷം സോപ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അപ്പോൾ അത് വെച്ച് വൃത്തിയാക്കി കഴുകിയിട്ട് ബാക്കി വേണ്ടി തുടങ്ങും. കഴുകിയ സാധനം കഴിച്ചു. പക്ഷേ എന്നിട്ട് പൊടിയിൽ അടിച്ചത് പിന്നെ എരിയും പാറ്റയും പഴുതാരിയും എല്ലാ സാധനം കയറി ഇറങ്ങിയിട്ടുള്ള സാധനം വഹിക്കും. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ കാര്യം അടിക്കില്ല. അതുകൊണ്ട് വൃത്തിയാക്കണം. അപ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾ വൃത്തിക്ക് ഒരു കാര്യം ചെയ്യാറില്ല, വൃത്തിയാക്കി ചെയ്യണം എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ വൃത്തിയാക്കാറുണ്ട് ഗൈസ്. പക്ഷേ വൃത്തിയാക്കുന്നൊന്നും വീഡിയോ നമ്മൾ കാണിക്കാറില്ല എന്നുള്ളൂ. നമ്മൾ വൃത്തിയാക്കാറുണ്ട്, വൃത്തിക്കാരൊക്കെയാണ് ചെയ്യണത്. നമ്മളത്ര വൃത്തിയില്ലാത്ത ആളുകളല്ല, അതുപോലെ കാര്യം. ഗൈസ് നമ്മൾ ഇല്ലാത്ത സമയത്തും ഇത്രയും വേസ്റ്റും പൊടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം വൃത്തിയാക്കി എല്ലാം ഒതുക്കിയിട്ട് പോയത്. എങ്കിലും നമ്മളില്ലാത്ത സമയത്ത് എലികളും പിന്നെ ഈ പറഞ്ഞ പോലെ പഴുതാരകളും പിന്നെ പാറ്റകളും പല്ലികളും പിന്നെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അണ്ണാൻ വന്നെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ നേരത്തെ വീഡിയോ എടുത്ത് പറഞ്ഞായിരുന്നു, നമ്മൾ വീട് ആ ജനാല സൈഡിൽ അണ്ണാൻ കൂട് വെച്ചിട്ടുണ്ടോ സമയം പറഞ്ഞു. പച്ചയിലേക്കുള്ളത് അണ്ണാൻ മാത്രമേ വെക്കുള്ളൂ. എരിയൊന്നും പച്ചയിലെ മരത്തിൽ കയറി പറിച്ചുകൊണ്ടിരാൻ പോകുന്നില്ല. മിക്കവാറും അണ്ണാനാണ് ചാൻസ് തോന്നുന്നു. എങ്കിലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. കാരണം അതവിടെ വെച്ചിട്ട് കഴിഞ്ഞാൽ പാമ്പൊക്കെ ഒന്ന് കയറുന്നേ. അവിടെ നമ്മൾ ഒഴിവാക്കി തരുന്നു. ഇവിടെ പാമ്പുകളുടെ ശല്യം വളരെ കൂടുതലാണ്. ആ ഒരു സമയത്ത് നമ്മൾ പാമ്പിനെ കഷ്ടപ്പെട്ട് പിടിച്ചു വരുത്താൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അത്രയും വേസ്റ്റൊക്കെ വൃത്തിയാക്കൊണ്ടിരിക്കുകയാണ്. ഒതുക്കിയെടുത്ത് കൊടുത്താണ്. എനിക്ക് പേടിയുണ്ടായിരുന്നത് ഈ വിറകിനകത്ത് പല പാമ്പ് ഇരിപ്പുണ്ടാവുന്ന പേടിയുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യം ഇത്ര ഞങ്ങൾ വന്നിട്ട് ഇത്ര കണ്ടൊന്നും കണ്ടില്ല. ഇനി അത് വല്ലതും പൊക്കി കഴിയുമ്പോൾ വല്ലതും ഉണ്ടാവും അറിയില്ല. ഉണ്ടെങ്കിൽ മിക്കവാറും ശ്രുതി ഇവിടുന്ന് തെറിച്ച് ഓടി ചാടി പണ്ട കണക്കും. ഇല്ലാതിരിക്കട്ടെ. അങ്ങനെ വെറുതെ ഇരുന്ന വീടായാലും പൊടിയും കാര്യങ്ങളും വൃത്തിയിടാവും ആവുന്നത് സത്യം തന്നെയാണ്. അതെൻ്റെ മകൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ എത്ര വൃത്തിയാക്കാൻ തന്നെ വീണ്ടും വൃത്തികേടാവും. അത് ഉപയോഗിച്ചില്ല അതങ്ങനെ ആവുന്നു മമ്മി പറഞ്ഞ സത്യമാണ്. അതെനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി വേറെ അതിഥിയുണ്ട് ഒച്ചും കൂടി വരുന്ന ശ്രുതി പറഞ്ഞത്. മഴ ആയതുകൊണ്ട് എല്ലാ സാധനവും ഉണ്ടാവുന്ന ശ്രുതി പറഞ്ഞത്. ഇനി എന്തൊക്കെ വരാണ്ട് നാല് കണ്ട് ആർക്കറിയാം, ഒരു പിടിയുമില്ല. എല്ലാവരും വരുമ്പോൾ കാണാം. ഞാൻ വരുമ്പോൾ ഓരോ അതിഥികളെ കാണിച്ചു തരുന്നതായിരിക്കും. ഈ ചൂട് നമ്മൾ വരുമ്പോൾ വാങ്ങിക്കൊണ്ട ചൂട് എത്ര 40 രൂപ. ഈ ചൂട് നമ്മൾ വരുമ്പോൾ വാങ്ങിക്കൊണ്ടെന്നാണ്. കാരണം നമ്മുടെ മറ്റേ ചൂടുകൊണ്ട് അടിച്ച 40 രൂപ ഉള്ളൂ. കൊച്ചിയിൽ ഈ സാധനത്തിന് 170 രൂപ 200 രൂപയൊക്കെ ആവും. വൃത്തിയുള്ള അടിപൊളി ട്രിപ്പുണ്ട്. പക്ഷെ കൊടുക്കത്ത് വരികയായിരിക്കും. നമ്മൾ അടിച്ച് കൈ എടുക്കുന്നുണ്ട്. കട്ടിലെ കൈ എടുക്കണം. കാരണം പല്ലിയും എലിയും എല്ലാ പാറ്റകളും എല്ലാം മൂത്രമൊഴിച്ചിട്ട് അവരുടെ അപ്പിയിട്ടൊക്കെ പോയിട്ട് വൃത്തിയായി കിടപ്പുണ്ട്. അപ്പോൾ വൃത്തിയാക്കണം. നമ്മൾ ജെല്ലൊക്കെ തുറന്നിട്ട് കാരണം അടിച്ച പൊടി ഇഷ്ടംപോലെ പൊടി കളയാൻ വേണ്ടി ജെല്ല് തുറന്നിട്ടാണ്. ഇനി കട്ടിൽ കഴുകണം. പിന്നെ താഴത്തും കഴുകണം. താഴത്ത് കഴുകണോ? താഴെയും കഴുകണം. അപ്പോൾ എല്ലാം കൂടെ കഴുകി നടക്കണം. എന്നാൽ സുഖമാണ്. കൂടെയൊക്കെ വെച്ചിരുമ്പോൾ സുഖമാണത്. ഈ കട്ടിൻ്റെ പഴക്കം വളരെ കൂടുതലാണ് കഴിച്ചു. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ പഴക്കമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കട്ടിന് ഏകദേശം ഒരു 100 വർഷത്തെ പഴക്കമുണ്ട് സംശയമുണ്ട് എനിക്ക്. ഇത് എന്റെ അമ്മൂമ്മ ഉള്ള സമയം തൊട്ടേ ഉള്ളതാ. മീൻസ് ഞാനൊക്കെ ജനിക്കും മുമ്പേ ഉള്ള. ഇവളുടെ അമ്മയുടെ അമ്മ കല്യാണം കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന സംഭവമാണ് പറഞ്ഞത്. അപ്പം അതിന്റെ പ്രായം ആലോചിച്ച് നോക്കുക ഗൈസ്. ഇവളുടെ അമ്മയുടെ പ്രായമുണ്ട്. അത്ര ഇല്ലെങ്കിലും എന്റെ അറിവിൽ ഇപ്പൊ എനിക്ക് 28 വയസ്സ്. അമ്മൂമ്മ മരിച്ചിട്ട് ഇപ്പൊ ഏകദേശം എനിക്കൊന്ന് 10-30 വർഷത്തോളം ആവുന്നു. അപ്പൂപ്പ മരിച്ചിട്ട് അതിലും കൂടുതൽ, അതിലും പഴക്കമുണ്ട് കട്ടിന്. നിങ്ങൾക്ക് നോക്കിയാൽ പണ്ടത്തെ ഡിസൈനാണ്. ഇപ്പൊ ഓരോ കാലം പോയി തുടങ്ങി. കണ്ട പണ്ട് ഇങ്ങനെയാണ് കട്ടില് പണി. പക്ഷേ ഈ കട്ടിൽ എന്നാലും നല്ല വൃത്തി ഇത്രയും കാലത്തും ഈ കട്ടിൽ വീണിട്ടില്ല ഗൈസ്. കാരണം കറുത്ത ഒറിജിനൽ തടി വെച്ച് വൃത്തിക്ക് ചേർന്നിരുന്നത്. അങ്ങനത്തെ പോലെ പ്ലൈവുഡും കാണുന്നു ചേർക്കാതെ വൃത്തിക്ക് ചേർത്തുള്ള അതിൻ്റെ പേരിലാണ് ഇത്രയും വർഷങ്ങൾ പഴക്കുന്ന ഒരു കട്ടിൽ നിൽക്കുന്നത്. അത് വളരെ
സത്യമായ കാര്യമാണ്. ഇതിൽ കമന്റ് ഇടും, ദയവേത് നിങ്ങൾ ഞങ്ങളെ വധിക്കരുത്. അതുകൊണ്ട് നമ്മൾ പറയുന്നേന്ന് മനസ്സിലായോ? അതെ. പിന്നെ ഇത് ഇടയ്ക്ക് ഞങ്ങൾ എപ്പോഴും വരുമ്പോ കഴുകുന്നത് തന്നെയാണ്. ഇടയ്ക്ക് ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയായിരുന്നു. കാരണം എന്റെ അമ്മൂമ്മ ഈ കട്ടിലിൽ കിടന്നാണ് മരിച്ചത്. അതെ അതെ, ഈ കട്ടിലാണ് എന്റെ അമ്മൂമ്മ മരിച്ചത്. വയ്യാതായി എന്റെ അമ്മൂമ്മയുടെ ബ്ലഡ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ചൂടുവെള്ളത്തിൽ കഴിയുമ്പോ. ഓർമ്മ അസിന് ചുമന്ന കളറിന് ബ്ലഡ് കിട്ടിയില്ലായിരുന്നു നമ്മൾ കഴുകി ചൂടുവെള്ളത്തിന്. പറഞ്ഞു ഈ കട്ടിൽ കിടക്കാൻ പാടില്ല, അങ്ങനെ ഇതാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനോ, നമുക്ക് വേറെ കട്ടിലൊന്നുമില്ല. കട്ടിലില്ല. നമ്മള് പിന്നെ എന്നെ പോലെ തന്നെ ഇവളുടെ അമ്മൂമ്മയും കുറെ കാലം ഈ കട്ടിലാണ് കോമി കിടന്നത്. അമ്മൂമ്മ വയ്യാതായിട്ട് മീൻസ് കല്ലിടുക്കിന്ന് വീണ് തലമണ്ട പൊട്ടി ഇവിടെയാണ് കിടക്കണത്, ബ്ലഡ് ഒലിച്ച്. ഈ വീടിന്റെ പണി ചെയ്യാൻ വന്ന ആളാണ് ഇത് കണ്ടത്, ഗോപി മേശ്വരി എന്ന് പറയും. പുള്ളി ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. പുള്ളിയാണ് ആ സംഭവം ആദ്യമായിട്ട് നേരിട്ട് കാണുന്നതും ഒക്കെ. അന്നത്തെ കാലത്ത് ടെലിഫോൺ ഉള്ളത് പരുത്തിക്കുഴിയിലാണ്, താഴത്തെ വീട്ടിലും മാത്രമേ ഉള്ളൂ, വേറെ ഒരിടത്തും ടെലിഫോൺ ഇല്ലാത്ത കാലം. അങ്ങനെ അത് വിളിച്ചറിയിച്ച് വണ്ടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് അമ്മൂമ്മ കോമയിൽ പോയി. പക്ഷെ എല്ലാരും നാട്ടിൽ അത് പറഞ്ഞു പാട്ടാക്കിയത് എന്റെ അമ്മേനാണ് എല്ലാരും കുറ്റം പറയുന്നത്. എന്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എല്ലാരും കുറ്റം പറഞ്ഞത് ഇവളുടെ അമ്മയ്ക്ക്. ഇവളുടെ അമ്മ ഒരു മാനസിക രോഗിയാണല്ലോ, അപ്പൊ പുള്ളിക്കാരത്തി അടിച്ചു കൊന്നാണ് നാട്ടിലൊക്കെ പറഞ്ഞത്. പക്ഷെ അങ്ങനെ നല്ല സംഭവം ചെയ്യേണ്ടതായിരുന്നു. പുള്ളിക്കാരത്തി അങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ട്. കാരണം എൻ്റെ അടുത്തൊക്കെ നല്ല സ്നേഹത്തിൽ പെരുമാറുന്ന ആളാണ്. അങ്ങനെ ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കുറ്റവും പുള്ളിക്കാരത്തും ഇത് വെക്കാൻ പാടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ അതെ. പിന്നല്ലാതെ അതങ്ങനെ ശരിയാവുന്നത്. ചെയ്യാത്ത കുറ്റം ഒരാളുടെ പറ്റി കെട്ടിവെക്കാൻ ഒരു പരിധിയില്ലേ. ഒരാൾക്ക് വയ്യാത്തതാണ് അല്ലെങ്കിൽ അയാൾക്ക് ബോധമില്ലാന്ന് വെച്ചാൽ അയാൾ ചെയ്യാത്ത കാരണം ഫുൾ അയാളുടെ കുറ്റം കെട്ടിവെക്കുന്നത് തെറ്റായ കാര്യം തന്നെയാണ് അല്ലേ. ഇത് ബാറ്റല്ല, ഇത് പിന്നെ പണ്ട് ഞങ്ങളെ വീട് മാടമായിരുന്നു. മീൻസ് ഇങ്ങനെ ഓലയൊക്കെ മറിച്ച് ചെളി വെച്ചിട്ടുണ്ടായി. അപ്പൊ അതിങ്ങനെ അടിച്ച് ഉറപ്പിക്കുന്നത്. ഇത് നല്ല കനമുണ്ട്, ഇതിട്ട് മണ്ടയ്ക്ക് ഒരെണ്ണം കിട്ടും, തീർന്നു. ഇതിപ്പോ ഞങ്ങളോട് എടുത്ത് വെച്ചിരിക്കണെന്ന് വെച്ചാൽ നമ്മളാരും ഉപയോഗിക്കാൻ വന്നാൽ നമുക്ക് എടുത്ത് ഒറ്റ കീച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സൂക്ഷിച്ചു. അതിപ്പോ ആൾക്കാരെന്നല്ല, പന്നിയായാലും വല്ല വന്യമൃഗങ്ങളായാലും നമ്മൾ ഉപദ്രവിക്കാൻ പോകാൻ നമുക്ക് എടുത്ത് ഒരെണ്ണം കൊടുക്കാനായിട്ട് വേണ്ടേ അല്ലേ. അതിനു വേണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, സേഫായിട്ട് എടുത്തിരിക്കുന്നത്. അതുള്ളത് നല്ലതാണ്. നമുക്കെടുത്ത് ഒറ്റ ഒരെണ്ണം കൊടുത്താൽ അത് ആരായാലും മനുഷ്യനായാലും പന്നിയായാലും എത്ര വലിയ കൊമ്പുള്ള ആന പന്നിയായാലും സാധനം തീരും. നല്ല ഓങ്ങി ഒരെണ്ണം കൊടുത്താൽ തീരും. കാരണം അതിന് മാത്രം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല പവർ ഉണ്ട് സാധനത്തിന്. നല്ല വെയിറ്റ്. ഓ എല്ലൊക്കെ അങ്ങോട്ട് പൊങ്ങി വരുന്ന വില വേണ്ട. തിന്നുന്നതൊക്കെ എവിടെ പോകുന്ന എല്ലാവരും കൈയിട്ട് കമന്റ് അടിച്ച് വെക്കാറുണ്ട്. അതെ അതെ, എല്ലിലാണ് എല്ലാം ഒളിപ്പിച്ച് വെക്കുന്നത്. ഇപ്പോൾ ഫാനിട്ട് ഉണക്കാൻ വെച്ചിരിക്കണം. പിന്നെ പേപ്പറിട്ട് പെട്ടിയെ പുറത്തുനിന്ന് പെട്ടിയൊക്കെ ആത്തിടിച്ച് തുണി വിരിച്ചിട്ട് കയറാനായിട്ട്, കണ്ടിട്ട് ചവിട്ടി കയറാനായിട്ട്. പിന്നെ ഇവിടുത്തെ കുപ്പിയൊക്കെ കുറേ എടുത്ത് കളഞ്ഞു. നമ്മൾ കുപ്പി ഉണ്ടായിരുന്നില്ല, ആ കുപ്പിയൊക്കെ ശ്രുതി എടുത്ത് കളഞ്ഞു. പിന്നെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വേസ്റ്റൊക്കെ ശ്രുതി കത്തിക്കാൻ വേണ്ടി പോകണം. കുപ്പിയൊക്കെ എല്ലാം കളഞ്ഞ് ആ കുപ്പി അതൊക്കെ നല്ല കുപ്പിയാണ്. എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് മതി, ഓർമ്മ മതി വെച്ചോ. അതെനിക്ക് ആവശ്യമുള്ള കുപ്പിയാണ് കഴിച്ചത്. അത് എൻ്റെ സീക്രട്ട് ആവശ്യത്തിനുള്ള കുപ്പിയാണ്. മൈ സീക്രട്ട് മിഷൻ. എൻ്റെ ശ്രുതി പിന്നെ മണ്ണ തീർക്കല്ലേ, മണ്ണ വേറെ ഇല്ല. ആ കാറിൽ പോയ വെളിച്ചെണ്ണ എടുത്ത് ശ്രുതി തീ എത്തിക്കാൻ നോക്കുകയാണ്. തേങ്ങ എണ്ണ ഉപയോഗിച്ച് അടുപ്പ് തീ എത്തിക്കോളൂ. അതാണ് തേങ്ങയുടെ പ്രശ്നം. തേങ്ങ എണ്ണ കണ്ട എൻ്റെ പൊന്നു സാറേ, പിന്നെ തേങ്ങയുടെ ഓർമ്മ വന്നിട്ട് ശ്രദ്ധിക്കുന്നു. ഒന്ന് കാണാം. അതൊക്കെ എടുത്തോണ്ട് പോയി കയറി അടത്തിക്കൊണ്ട് ഗൈസ്. നമുക്ക് ഗൈസ് നമ്മൾ അന്ന് വീട്ടിൽ കാണിച്ചായിരുന്നു തെങ്ങിന് തേങ്ങ ഉള്ളത്. ഇതിപ്പോൾ ആരും കയറി അടത്തിക്കൊണ്ടിട്ടുണ്ട്. അതാണ് പ്രശ്നം. പറഞ്ഞില്ല, എല്ലായിടത്തും പോയി. ഇപ്പോൾ കരിക്ക് മാത്രമുണ്ട്. മിക്കവാറും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതും ഉണ്ടാവില്ല. എനിക്ക് ഇവിടേക്കും കയറാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ കയറി എടുത്തിട്ട് പോയാൽ വീട്ടിലേക്ക് അല്ലേ. എനിക്ക് മരം കയറാന്ന് പറയാം, ഇറങ്ങാന്ന് പറയാം. പക്ഷെ ഇപ്പം എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് തെങ്ങ് കയറാൻ പറ്റില്ല. കാരണം തടിയല്ലേ എനിക്കടുത്ത് ഒന്നാമത് ഇടത് വരാത്തതാണ്. അപ്പം എൻ്റെ ഇടതേക്കും വരാത്ത സ്ഥിതിക്ക് ഞാൻ കയറി കഴിഞ്ഞാൽ അവളെ തന്നെ ചിരിച്ചിരിക്കേണ്ടത് എൻ്റെ കൈ വിട്ട് കഴിഞ്ഞിട്ട് അവിടെ ശരിയാവില്ല. പിന്നെ അതേ ഒരു കൊതുക് എത്തിച്ചിട്ടുണ്ട്. ഭയങ്കര കൊതുകാണ് കേസ്. അപ്പോൾ നമ്മൾ കൊതുക് എത്തിച്ച് ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തിയാക്കിയിട്ട് തുണിയൊക്കെ
അത് കൈക്കൽ തുണിയല്ലേ? കൈക്കൽ തുണി കൊണ്ടിരിക്കുകയാണ്. കാരണം അത് പിന്നെ തുടച്ച് ഇതാക്കിയതല്ലേ ആ തറയല്ല. തറ തുടച്ച് വൃത്തിയാക്കിയ തുണി. കാരണം തറയിൽ വെള്ളം വെച്ച് കഴിയപ്പോൾ ആ വെള്ളം പെട്ടെന്ന് ഉണങ്ങി പോകുമ്പോൾ തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കിയായിരുന്നു. നല്ല അടിപൊളി ഒരു പ്രത്യേക തണുത്തൊരു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാറ്റ് വേറെ ലെവൽ തന്നെയല്ലേ, ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ. ആ ഫാനിൻ്റെ കാറ്റിനൊക്കെ അടിപൊളി തന്നെയാണ് ഗൈസ്, വേറെ ലെവൽ ഒന്നും പറയാനില്ല. ഫാമിലി ഇട്ടിരിക്കുന്നത് റൂം ഉണങ്ങാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടുത്തെ കാറ്റ് ഞങ്ങൾക്ക് മഴയ്ക്ക് മുന്നേ തണുപ്പ് കാറ്റാണ്, അതാണ്. അപ്പൊ മിക്കവാറും മഴ എല്ലാ ജില്ലകളിലും നമ്മളെ പോലത്തെ ഏരിയ ഉണ്ട്. അങ്ങനെ ഉള്ളവർക്ക് മനസ്സിലാവും ആ കാറ്റിന്റെ സുഖം ഉണ്ടാവും. സത്യമായിട്ടും ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. എനിക്ക് എണ്ണയാക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. കുറച്ച് മതി. ഓരോ ഡ്രോപ്പ് കുറച്ച് ഒഴിച്ച് വൃത്തിയാക്കാൻ മതി. ഒരുപാട് ചില ആൾക്കാരൊക്കെ വീഡിയോ കണ്ടിട്ട് ചോദിക്കും മാന്യമായ രീതിയിൽ ജോലിക്ക് പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ആർജന ജോലിക്ക് വിടാൻ താല്പര്യമില്ലായ്മയല്ല, താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ പകുതി തലയും വെച്ചിട്ട് നമ്മൾ എവിടെ ജോലിക്ക് പോയാലും ആരും ജോലിക്ക് എടുക്കൂല. നിങ്ങൾക്ക് ആളുടെ തല ഞങ്ങൾ മുട്ടയടിക്കുമ്പോൾ കാണിച്ചാൽ ആളുടെ തല എല്ലാവർക്കും മുട്ടയടിക്കാൻ വേണ്ടി പറ്റൂല. അത് അനിയൻ തന്നെ മുട്ടയടിക്കണം. കാരണം ആളുടെ തലയിൽ പിന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പണി പാളും, അല്ലെങ്കിൽ ഒരു സൈഡ് അറിയാതെ ആരും തട്ടി വേനപ്പിച്ചാൽ എന്റെ പൊന്നറിയാ മക്കളെ, എന്റെ സെൽഫ് കൺട്രോൾ പിന്നെ എന്താ സംഭവിക്കുന്നത് എനിക്കെന്നറിയാൻ പാടില്ല. നിങ്ങൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ദാരിദ്ര്യം പറയുന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മളെ പോലെ തന്നെ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, നമ്മളെക്കാട്ടി കഷ്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. പക്ഷെ നമുക്ക് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്നു. അപ്പൊ അതിലും കഷ്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിയും കുറച്ച് മേലെ ജീവിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നും അയ്യോ എനിക്ക് ഇങ്ങനെ കഷ്ടപ്പാടാണല്ലോ എന്ന് തോന്നുന്നവർക്ക് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈല് കാണുമ്പോൾ ഒരു ഇച്ചിരി മനസ്സുഖം കാണും. ഇപ്പം എന്നെക്കാട്ടിയും കുറച്ചും കൂടി താഴ്ന്നൊരു ജീവിക്കണം കണ്ട് നമ്മളെക്കാട്ടിയും കുറച്ചും കൂടി കഷ്ടപ്പാട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആ ഒരു മോട്ടിവേഷൻ ജീവിക്കാനായിട്ട് ഞാൻ അതിനൊന്നും ഉദ്ദേശിച്ചത്. ആവശ്യത്തിന് പുല്ല് വാക്കുകളൊന്നും കയ്യിൽ കിട്ടൂല. തേങ്ങ എറിഞ്ഞു വിളിക്കും അതൊക്കെ ഒന്നും ചെയ്തില്ല ഗൈസ്. ഇവിടെ തല ഓട്ടി ഇല്ല ഗൈസ്. നമ്മൾ അതുകൊണ്ടാണ് മുടി വെച്ച് കവർ ചെയ്തിരിക്കുന്നതാണ്. ആളെ മുട്ട അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മുട്ട അടിപ്പിക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അതായത് ആരുടെക്ക് ജോലിക്ക് പോവാൻ താല്പര്യമില്ലായ്മയോ ഞങ്ങൾക്ക് വിടാൻ താല്പര്യമില്ലായ്മയോ അല്ല. ആളുടെ ഇടത് കൈയും കാലും ഒക്കെ വയ്യ. ഈ സംഭവം വെച്ച് ഒരാളും ജോലിക്ക് എടുക്കൂല. എടുത്താലും എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവും, അതും പ്രശ്നമാവും. തല്ലി തോന്നുട്ടോ. നമ്മൾ വന്നത് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. പാവം നമ്മൾ വന്ന മൂന്ന് കിച്ചു കൊലിക്കുന്നുണ്ട്. കിച്ചു കൊലിച്ചപ്പോ അവനെ പിടിച്ച് തല്ലി തോന്നുന്നു. അറിയില്ല. അവൻ നമ്മളെ അടുത്ത് ഭയങ്കര കാര്യമാണ്. നമ്മളെല്ലാരും കമന്റ് വെച്ചു കിച്ചു നിങ്ങൾ എന്ത് കിച്ചു എന്ത് ചെയ്യുന്നു ചോദിച്ചു. കിച്ചു നമ്മളെ പപ്പിക്കുട്ടി അല്ല, മുകളില് എന്റെ ഫ്രണ്ടിന്റെ പപ്പിക്കുട്ടിയാണ്. പക്ഷെ അവൻ നമ്മുടെ ഏറ്റവും കൂടുതൽ കമ്പനി അടിച്ചിട്ടുണ്ട്. അവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന ആരെയും അവൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. അതെ അതെ. ആ വെക്കണം ശരി. ആ മൂന്നെ കൂടെ വെക്കാണ് വെറുതെ. അപ്പൊ അവിടെ പേപ്പർ ഒഴിക്കണ്ടേ? പേപ്പർ ഒഴിച്ചു വെക്ക്. ആ ഇവിടെ എടുത്ത് വെക്കുന്നത് ഇപ്പൊ അവിടെ കുറച്ചൊക്കെ ഉണങ്ങി. അപ്പോൾ ഉണങ്ങിയെടുത്ത് പേപ്പർ വെച്ചിട്ട് ഈ പാത്രം കൊണ്ട് കയറ്റാൻ വേണ്ടിയാണ്. ശ്രുതി ട്രെയിനിൽ വന്നപ്പോൾ കിടക്കാൻ വേണ്ടി ഉപയോഗിച്ച കവറാണ് കേസ് അത് വെച്ചിരിക്കുന്നത് പേപ്പറിൻ്റെ മുകളിൽ. അതിന് ശേഷമാണ് നമ്മുടെ ബാഗ് എടുത്ത് വെക്കുന്നത് മൂലയ്ക്ക്. അല്ലെങ്കിൽ പേപ്പർ കയറി ബാഗൊക്കെ ഇതായി തറയിലും പിന്നെ നനവടിച്ചാൽ പിന്നെ ചീത്തയായി പോകുന്നുണ്ട്. കവറിട്ട് അതിന് മുകളിൽ വെക്കുന്നത്. ഞാൻ കൊടുത്ത പാത്രം ശ്രുതി അടുക്കി വെക്കുന്നു. അപ്പോൾ ഞാൻ ഈ പാത്രം കൊണ്ട് കൊടുക്കുന്ന ശ്രുതി ഇതൊക്കെ അടുക്കുന്നു. ആണ് പണി. എൻ്റെ ഇടത്തേക്ക് വെള്ളത്തിനൊക്കെ ചെരിഞ്ഞു പോകുന്നു. ഇതൊക്കെ കൊണ്ടു കൊടുക്കാം. ഞാൻ പാത്രം എടുത്തപ്പോൾ അതിൻ്റെ കുറച്ച് പാത്രം വീണു ഗൈസ്. എനിക്ക് ഇടത്തേക്ക് ബെല്ലാണ് മനസ്സിലായ സംഭവം. സത്യമാണ്. ഒരു പാത്രം പിടിക്കാൻ വയ്യ, പ്ലേറ്റും പിടിക്കാൻ വയ്യ, അതും വീണു. ശ്രുതിയുടെ അടുക്കി വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇനിയുള്ള ഇവിടെ കുളിയും താഴത്ത് ചേച്ചിയുടെ വീട്ടിൽ പോകണം. പിന്നെ ഞങ്ങൾ കുറേ നാളായിട്ട് ഞങ്ങൾക്ക് വീട്ടിലുണ്ടായിരുന്ന ഒരു സാധനം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിലിപ്പം മമ്മി ഇല്ല. മമ്മി ഹോസ്പിറ്റലിൽ അനിയത്തിയായിട്ട് അഡ്മിറ്റഡ് ആണ്.
അപ്പം വീട്ടില് കറിയും ഒക്കെ വെക്കാന് അനിയന്മാർക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ അവര് തക്കാളി കറി മാത്രം അങ്ങനെ പറയാം അറിയാം, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, അത് പറയരുത്. മിക്സി കൊണ്ടുവന്നു. എല്ലാ സാധനവും നമ്മൾക്ക് അറിയാം ഉണ്ടാക്കാനായിട്ട്. മിക്സി കൊണ്ടുവന്ന് വീട്ടില് ഉള്ള മിക്സി ഇവിടെ കൊണ്ടുവന്ന് വീട്ടിലുണ്ടായിരുന്ന മിക്സി ഞങ്ങൾ തൽക്കാലം ഇങ്ങോട്ട് കൊണ്ടുവന്നു. കാരണം എപ്പോഴും നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എല്ലാ പേർക്കും ഇപ്പൊ നിങ്ങൾക്കായാലും അത് അറിയാലോ, ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞങ്ങള് വീട്ടിൽ നിന്ന് ഞങ്ങളുടെ മിക്സി കൊണ്ടുവന്നത്. അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ ചമ്മന്തി ആയാലും നമുക്ക് അരച്ച് നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാം. അനിയന്മാർക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയാം. ഞങ്ങളുടെ മമ്മി എന്തായാലും എന്നെയായാലും എൻ്റെ അനിയന്മാരായാലും എല്ലാവരും കുക്കിംഗ് പഠിപ്പിച്ചിട്ട് വൃത്തിക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. പിന്നെന്താണ് നമുക്ക് സമയം കിട്ടാത്തതാണ് മെയിൻ. സമയം കിട്ടില്ല. അവര് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു കൊച്ചു വെളുപ്പം കാലത്ത് 4 മണിക്കൊക്കെ വന്ന് കിടന്ന് പിന്നെ എപ്പോഴും ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. പിന്നെ സമയം ഉണ്ടാവില്ല. എളുപ്പം പണിയെന്ന് പറയുന്നത് തക്കാളി കറി വെക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരൊരു അഡ്ജസ്റ്റ്മെന്റിൽ തേങ്ങ അരച്ച് കറിയൊക്കെ സമയം ഉണ്ടാവില്ല. അതൊന്നും പ്രശ്നം ഉള്ളതുകൊണ്ട് അവരും തട്ടിമുട്ടി എന്തെങ്കിലും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് കുഴപ്പമില്ല. വൃത്തിയാക്കലിന്റെ ഫൈനൽ ടാസ്കായ അടിച്ചുവാരലാണ് സുദീപ് നിൽക്കുന്നത്. മുറ്റടിച്ചു വരാം അല്ലേ സുദീപ്? ഇന്നുകൂടി പരിപാടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞില്ലേ, പിന്നെ കുടിച്ച് വൃത്തിയാവല്ലേ, വേറെ പണിയൊന്നുമില്ല. സമാധാനം. ഇത് കഴിഞ്ഞാൽ കുളിച്ച് വൃത്തിയാവാം, നമുക്ക് താഴത്തേക്ക് പോകാം. പെട്ടെന്ന് വൈകിട്ട് ഇരുട്ടുമ്പോൾ പോകണം, താഴത്ത് പോകണം. എന്നാലും ചെയ്യുമ്പോൾ ഇരുട്ടുമ്പോൾ തിരിച്ചിടാൻ പറ്റുള്ളൂ അല്ലേ? അത് ഇരുട്ടുമ്പോൾ താഴത്ത് ഇറങ്ങി പോയിട്ട് ഇരുട്ടുമ്പോൾ തിരിച്ച് വരാനാണ് മുകളിലേക്ക്. അവിടെ പെട്ടെന്ന് തീർക്കുക സുധി. നമുക്ക് സുധി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കുളിച്ച് പ്രശ്നമാവുന്നതാണ്. നമ്മൾ പോയപ്പോൾ താഴത്തെ ചേച്ചിയുടെ പിള്ളേർക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവർ നമ്മൾ നല്ല കമ്പനി ആയിരുന്നു. അപ്പോൾ നമ്മൾ പോയപ്പോൾ അവർക്ക് വിഷമമായി. അപ്പോൾ പോയിരിക്കൂല. അപ്പോൾ അവർ നല്ല കമ്പനി. അപ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമാവും. അപ്പോൾ നമ്മൾ പോയി കണ്ട് അടുത്തൊക്കെ ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ വൈകിട്ട് തിരിച്ച് കഴിഞ്ഞ് വരാം, താഴെത്തണം. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നമുക്ക് നോക്കണം. പിന്നെ പോയൊരു ഹായൊക്കെ പറഞ്ഞ് സംസാരിച്ച് അപ്പോൾ നമുക്ക് ആ റൂമൊക്കെ ഉണങ്ങി വൃത്തിയായിട്ടുണ്ടാവും. പിന്നെ മുറ്റടിച്ചിട്ട് പോയി ആ പണി തീർന്നു. പിന്നെ അത് മാത്രം പെണ്ണിയാട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൂടി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ അങ്ങനെ മഴയില്ല. പിന്നെ കരിയിൽ അടിച്ച് കൂട്ടാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. നനഞ്ഞു കഴിഞ്ഞാൽ നനയാത്ത കരിയിലാണ് അടിച്ചു വരാൻ എളുപ്പമാണ് അല്ലേ? അതിന് ഇവിടെ കൂടെ മുറ്റടിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മുറ്റടിച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്രുതി ഇവിടെ നിന്ന് തന്നെ കുളിക്കണത്. താഴത്ത് കുളിക്കാറില്ല, താഴത്ത് ആളുണ്ട്. താഴത്ത് എനിക്ക് കുഴപ്പമില്ല, ഒരു തോർത്തുർത്തി കുളിക്കാൻ എളുപ്പമാണ്. പക്ഷെ ശ്രുതിക്കാൻ പറ്റൂല. അതുകൊണ്ട് ശ്രുതി ഇവിടെ നിന്ന് കുളിച്ചിട്ട് താഴത്ത് പോയി വെള്ളം എടുക്കുമ്പോൾ ഞാനും കൂടെ പോയിട്ട് അവിടെ നിന്ന് അലക്കി കുളിച്ചിട്ട് വരാനാണ് പ്ലാൻ ചെയ്തത്. ഇന്ന് അലക്കുന്നുണ്ടോ? കൈയോടെ അലക്കിട്ട് പോകാൻ പ്ലാൻ ചെയ്യണം. അപ്പോൾ തിരിച്ചുമ്പോൾ ഇവിടെ അലക്കി ഉണക്കാണ്ട് കഴിഞ്ഞാൽ തിരിച്ചുമ്പോൾ എടുത്ത് അകത്തിടാൻ എളുപ്പമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ അടുത്ത പരിപാടികളൊക്കെ മെയിനായിട്ടുള്ളത്. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ മാത്രം ലൈഫിൽ എല്ലാവരുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ളൂ. അത് പ്രത്യേകിച്ച് അതിനകത്ത് വലുതായിട്ടൊന്നും കാണിക്കാൻ മാത്രം നമ്മളില്ല. പക്ഷേങ്കിലും ഡേ ഇൻ മൈ ലൈഫ് എല്ലാവരും ചോദിച്ചതിൻ്റെ പേരിൽ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ദിവസം തന്നെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങിയേക്കാന്ന് വെച്ച് വീഡിയോ ചെയ്യാനാണ്. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തവർക്ക് വീഡിയോ ലെങ്തായി പോയി ക്ഷമിക്കണം. നമ്മൾ ഇനി ചെയ്യുമ്പോൾ മാക്സിമം ലെങ്ത് കുറച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഈ വീഡിയോ എന്താ വെച്ചാൽ 1 മണിക്കൂർ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഫൈനലി ഗൈസ് ഞങ്ങൾ കുളിച്ച് റെഡിയായി വന്ന് അലക്കേണ്ട തുണിയൊക്കെ അലക്കി വിരിച്ചു ബക്കറ്റിലൊക്കെ വെള്ളം പിടിച്ച് വെച്ചു. അല്ല പിന്നെ എനിക്ക് വയ്യാത്തതുണ്ട്, മടിയൊന്നും അല്ല. എനിക്ക് ഡേറ്റ് ആയിട്ട് ഭയങ്കര ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ. എന്നാലും രാവിലെ 2 ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് വന്നു. ഞാനും ആർജയും കൂടി എടുത്തോണ്ട് വന്നു. ആർജ ചുമന്ന ബക്കറ്റ് ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത് ഒരു ബക്കറ്റിൽ അമ്മേ എന്നെ അടിച്ച് കൊല്ലുന്നു. അപ്പോൾ കൊതുവിനടിച്ചതാണ്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, ചുമ്മയൊക്കെ അടിക്കും. അതാണ് ചുമ്മാ അടിക്കും. അടിയെന്ന് വെച്ചാൽ അന്യായ അടി. എന്നിട്ടറിയാം ഞാൻ പതുക്കെ അടിച്ചതാണ്. അപ്പൊ വേദനിക്കും, എനിക്ക് നല്ല വേദനിക്കും. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ തുണി അലക്കിക്കൊണ്ടിട്ട്, കാരണം മഴയാണ് ഇവിടെ ഡെയിലി എന്നും മഴയാണ്. നമ്മൾ എല്ലായിടത്തും മഴയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. മഴ ആയതുകൊണ്ട് നമുക്ക് ഡ്രസ്സും ഞാൻ കുറച്ച് എടുത്തോളൂ ഗൈസ്. എനിക്കൊരു അബദ്ധം പറ്റി, മുകളിൽ ഇടാനുള്ളതൊക്കെ എടുത്തു, അടിയിലോട്ടൊന്നും എടുത്തില്ല. അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. എനിവേ റൂമൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പാത്രമൊക്കെ കഴുകി എല്ലാം അടുക്കി പെറുക്കി ഒതുക്കി വെച്ചു. പാ ഉണങ്ങി. പാ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ടതാണ്, അല്ലെങ്കിൽ ചൊറിയും നമുക്ക് ഈ പൊടി അടിച്ചത് കൊണ്ട്. പാ ഞാൻ വേറെ അഴയിൽ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പതുക്കെ നടക്കാമെന്ന് വിചാരിച്ച് നടക്കാം. കുറേ നാളായി. അതിൻ്റെ ഇടയ്ക്ക് ലോണൊക്കെ അടയ്ക്കാതൊക്കെ ആൾക്കാരൊക്കെ തേടി നാളെ കെട്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ പൈസ അടച്ചില്ല.
ഇപ്പൊ പൈസ നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ആ ലോണും പെൻഡിങ് ആയി പോയത്. എനിവേ ഇന്ന് ആ വ്യക്തിയെ കണ്ടു സംസാരിച്ചു. നമുക്ക് എത്രയും പെട്ടെന്ന് പൈസ തരാമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ആളുടെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവും, നമുക്കറിയത്തില്ല. സത്യമായാലും കള്ളമായാലും നമ്മൾക്ക് നമ്മുടെ പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പണി കിട്ടിയെന്ന് വെച്ചാൽ നല്ലോണം കിട്ടി. 747 സിവിൽ ഉണ്ടായത് എനിക്കിപ്പോ വെറും 620. ഓ മൈ ഗോഡ്, 620 ഒറ്റ മാസത്തെ ലോൺ എനിക്ക്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു കടക്കാരി ആവാൻ പാടില്ലാന്ന്. പക്ഷെ കടക്കാരി ആക്കിയിരിക്കുന്നത് നമുക്ക് നടക്കാൻ ചേച്ചി. ബാക്കി കാര്യങ്ങളൊക്കെ പോകാം. ഞാൻ ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കും ചലചലാന്ന്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് തീരണം ഗൈസ്. എത്ര ഉള്ളു പരിപാടി. ഇനിയിപ്പോ കുളിച്ച് ഫ്രഷായി കഴിഞ്ഞ് ഇനി കുറച്ച് നമ്മള് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കൂലേ? ഉണ്ടാക്കൂല. നമ്മളെന്തായാലും വേറൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിരിക്കും. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ കുക്കിംഗ് ഒന്നുമില്ല, പരിപാടിയിലൊന്നുമില്ല, നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പൊ നമ്മള് ഇന്ന് ഫുഡ് ഇല്ല, അത്രേ ഉള്ളൂ. ഡയറ്റിംഗിലാണ്. കാരണം കണ്ടോ ഗൈസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളെ പറ്റിക്കരുത്. പക്ഷെ ആർജ തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര ക്ഷീണിച്ചു പോയി. എന്ത് പറ്റി എന്ന് ചോദിച്ചു ഞങ്ങള് ചാരുമൂട്ടിന്ന് വന്ന സമയത്ത്. അപ്പോ എന്താ പറയാ, ആർജയ്ക്ക് വെയിറ്റ് ഓവറാണ്, വെയിറ്റ് കുറയ്ക്കണമെന്ന് ഡോക്ടറും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആർജ അത് കുറയ്ക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. ആദ്യം ഫുൾ ടൈം 2 നേരെ കഴിക്കുള്ളെങ്കിലും പുള്ളിങ് കൂടുതലാണ്. അപ്പം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ കണക്കാണ്. ആർജയ്ക്ക് ഫുഡിന്റെ അടുത്ത് വല്ലാത്ത ക്രേസ് ഉള്ള ഒരു വ്യക്തിയും കൂടി ആയതുകൊണ്ട് ഇപ്പൊ പണ്ട് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് ഒരു 2 വർഷം അടി കിട്ടിയത്, 2 വർഷമല്ല ശരിക്കും, അത് കണ്ടിന്യൂ ചെയ്യാൻ പറയാണ് അല്ലേ. ഞാനും അപ്പം ഭയങ്കര ഫുഡി ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ എനിക്ക് പണി കിട്ടും. ഞാന് എന്താ പറയാ, ചോറ് കഴിക്കുമ്പോ ഉണ്ടല്ലോ, ചോറ് കഴിക്കുമ്പോ ഒരു കുന്ന് ചോറ് കഴിക്കണം. അപ്പൊ സാമ്പാർ ഉണ്ടെങ്കിൽ ഞാൻ സാമ്പാർ, തൈര്, അച്ചാറ്, ഇത് 3ഉം കൂട്ടി നല്ലോണം അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് അടിക്കുക. വെള്ളം പറഞ്ഞു. അപ്പൊ എന്താ പറയാ, അത് കഴിഞ്ഞ ആരൊക്കെ ചെവിയൊക്കെ ഞാൻ വിടത്തില്ല. ഫുൾ തുമ്മലായിരിക്കും ചേച്ചി. എനിക്ക് കഴിക്കാൻ പാടില്ല. എനിക്ക് പുളിയുള്ള എന്നെ ഇട്ടിട്ട് തെണ്ടാൻ വേണ്ടി പോയ സമയത്ത് ഇവർക്ക് കിട്ടിയ അസുഖമാണ് തുമ്മല്. 4 വർഷമായിട്ട് തുമ്മിക്കൊണ്ടിരിക്കുക. തുമ്മല് 4 വർഷമായി. പക്ഷെ ഡോക്ടർ പറഞ്ഞ മരുന്ന് നമ്മൾ നോൺ സ്പ്രേ തന്നായിരുന്നു. പക്ഷെ ഐപിയുടെ അടിച്ചിട്ട് എനിക്കത് മാറിയതേ ഇല്ല. ഞാൻ 2 വർഷം കണ്ടിന്യൂസ് യൂസ് ചെയ്തു. ആ മെഡിസിന് ഭയങ്കര വിലയും കൂടിയാണ്. അത് ശരിക്കും സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഒത്തിരി വർഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അഡിക്റ്റ് ആവും, പിന്നെ വേറെ പ്രശ്നങ്ങൾ വരും എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഐസിന് ഒറ്റയ്ക്ക് അങ്ങ് ഒഴിവാക്കി. ഇപ്പൊ എനിക്ക് ഒന്ന് പറഞ്ഞ് 2ാമത്തേത് തുമ്മൽ വരും. തുമ്മുന്ന സമയത്ത് ഞാൻ ഒന്നീ വിക്സ് എടുത്ത് ഈ തിരുമ്മിറ്റ് അങ്ങോട്ട് മൂക്കും കണ്ണും ഒക്കെ അങ്ങോട്ട് തേച്ച് ചെവിയിൽ അപ്പുറം ഇപ്പുറം ഒക്കെ തേക്കും. പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ സെറ്റ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിറയെ തിളച്ച വെള്ളം. എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് തണ്ടാൻ പോയാലും ദൈവം കൊടുത്ത ശിക്ഷ ഞാൻ സുധീർ ഇടയ്ക്ക് പറയാറുണ്ട്. സംഭവം സത്യമാണ് ഗൈസ്. അത് ഒരു 17ാമത്തെ പ്രാവശ്യം പോക്കായിരുന്നു സുധീർ. ഇല്ല ഗൈസ്, അത് ഞാൻ സത്യം പറയാം, ഈ വീഡിയോ ആ ഡോക്ടർ കാണണമെങ്കിൽ ആ പുള്ളിക്കാരിയുടെ മണ്ട ഞാൻ അടിച്ച് പൊളിക്കും. എന്റെ കൈ എല്ലാം കിട്ടണമെങ്കിൽ ആ തള്ള എനിക്കൊരു ഗുളിക തന്നതാണ്. അതിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നം വന്നു തുടങ്ങിയത്. ഞാൻ ബാംഗ്ലൂരില് വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ എനിക്ക് ഇമ്മ്യൂണിറ്റി ബാലൻസ് ഉണ്ടാവാൻ വേണ്ടി തന്നതാ. എന്റെ ഇമ്മ്യൂണിറ്റി ബാലൻസ് എല്ലാം കൂടി തല കുത്തനെ മറിഞ്ഞു. ശരിക്കും ഒരൊറ്റ ടാബ്ലറ്റ് കഴിച്ചോളൂ. അങ്ങനെ എന്താ എനിക്കറിയത്തില്ല, കമ്പനി ഞാൻ മറന്നുപോയി. പക്ഷെ ആ കമ്പനിയും ആ ഗുളികയും ഇപ്പോഴും വേണമെങ്കിൽ എനിക്ക് പ്രൂഫായിട്ട് കിട്ടും. കാരണം എൻ്റെ ഫ്രണ്ട് അതേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ തെലുങ്കത്തിന്റെ മണ്ട ഞാൻ എന്നാണ് പൊളക്കണെന്ന് അറിഞ്ഞുകൂടാ. പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. ഞാൻ അതിന് മുമ്പ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് കോൾഡ് പനിയൊന്നും വരാത്തത് ആളാണ്. ഞാൻ എന്നെ എവിടെ കൊണ്ടിട്ടാലും ഞാൻ ജീവിക്കുന്ന വ്യക്തിയാണ്. എന്നെ ചൂടത്തൊണ്ടിട്ടാലും തണുപ്പത്തിട്ടാലും ഞാൻ ജീവിക്കും. അപ്പോൾ എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കിയിട്ട് ആ പുള്ളിക്കാരിയാണ് എനിക്ക് തരാൻ പാടില്ലാത്ത ടാബ്ലറ്റ് തന്നു. ഞാൻ കഴിച്ചില്ല. എന്നിട്ട് അവർ വന്നിട്ട് അയ്യോ എന്താ ശ്രുതി കഴിക്കാത്തേ, വയ്യോ എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് ഞാൻ അത് തിന്നുകയും ചെയ്ത് പിറ്റേ ദിവസം എന്റെ കണ്ണൊക്കെ ചുകന്ന് ഭയങ്കര കണ്ണ് ചൊറിച്ചിലും തുമ്മലും ഒക്കെ ആയിരുന്നു ഗൈസ്. അപ്പം അതാണ് ഈ
ഈ ഡോക്ടർമാര് പഠിച്ചതാണോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് തരും, വാങ്ങി കഴിക്കരുത്. എന്റെ അനുഭവം സത്യമായിട്ട് ജീവിതം മൂഞ്ചസ്യാന്ന് പറയും പോകും. 4 വർഷമായി എന്റെ ഇമ്മ്യൂണിറ്റി ബാലൻസ് ഫുള്ളും തെറ്റി. കാരണം ഞാനിവിടെ ആസ്റ്റമെഡിസിറ്റിയിൽ പോയിട്ട് എൻ്റെ ബോഡി എൻ്റെ ബ്ലഡ് ചെക്കപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ മൂക്കിൽ കൂടിയൊക്കെ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തപ്പോഴത്തേക്കും അവർ പറഞ്ഞായിരുന്നു ഗൈസ് എൻ്റെ ഇമ്മ്യൂണിറ്റി ബാലൻസ് എല്ലാം പോയി, എനിക്ക് ദഹനം നടക്കുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് വായിക്കൂടി മൂക്കിൽ കൂടിയൊക്കെ പതഞ്ഞു വരുമായിരുന്നു തുപ്പല്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞൊന്ന് വാങ്ങി തിന്നരുത്. ദയവേത് നിങ്ങളുടെ ശരീരം എങ്ങനെയാണോ നിങ്ങൾ കൊണ്ടുപോകുന്നത് അതുപോലെ. ഞാനാണെങ്കിൽ ചവച്ചരച്ചിൽ ആട്ടുനെല്ലിലിട്ട് അരയ്ക്കുമ്പോഴാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം എനിക്ക് അതും പറ്റാതായി. അതുകൊണ്ട് ലൈഫ് ഇസ് വെരി ഡേഞ്ചർ. അപ്പോൾ ശരി, നമ്മുടെ ബ്ലോഗ് മൈൻഡപ്പ് ചെയ്യണം. ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് നിർത്തിയിട്ടാണ്. ഇനിയിപ്പോൾ ഒരു മാക്സിമം ഒരു മണിക്കൂർ നമുക്ക് നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകും. നമ്മുടെ ഡേ മൈ ലൈഫ് തീരും അല്ലേ? അത് അത്രയും നമ്മൾ വിശേഷങ്ങളൊന്നുമില്ല. നമ്മളെന്നാലും അടുത്തൊരു ഡേ മൈ ലൈഫിൽ താമസം വരുന്നതായിരിക്കും ഉറപ്പായിട്ടും. അതിന് സമയം ആവുന്നുണ്ട്, നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ നമുക്ക് ബൈ ഫ്രം RJ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. എൻ്റെ ബോൾ എലി കയറുണ്ട് ഗൈസ്, എക്സസൈസ് ബോൾ എലി കയറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ താമസം കാണുമ്പോൾ ബൈ ഫ്രം RJ. അപ്പോൾ മാക്സിമം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും മാക്സിമം ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ഒരു പുതുവിശേഷമായിട്ട് കാണുമ്പോൾ ബൈ ഫ്രം RJ. ബൈ.